ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയുടെ കയ്യിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് എങ്ങനെ വാങ്ങും എന്നതിനെക്കുറിച്ച് എല്ലാവരും ആലോചിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ, മോഷ്ടിക്കണം. ഞാൻ തന്നെ അതിനെ പോയിക്കോളാം. എന്നാൽ പിന്നെ ഞാനും കൂടി വരാമെന്ന് സന്ദീപ് പറയുമ്പോൾ, എന്നാൽ ഞാനും വരാമെന്ന് സച്ചിയും പറയുന്നു. എല്ലാവരും കൂടി പോകാനായിട്ട് ഞാൻ സിനിമയ്ക്കൊന്നുമല്ല പോകുന്നത്. എന്താണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ ഒറ്റയ്ക്ക് പോയി കാര്യം സാധിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഉറപ്പിച്ചു നിൽക്കുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മീരയുടെ ഫോണിലേക്ക് അവന്തിക വിളിക്കുന്നതാണ് കാണിക്കുന്നത്. നീ ഇപ്പോ എന്താ വലിയ പണക്കാരിയായോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, ഞാൻ ഇനിയും അവരെ പണം കൊടുത്ത് സഹായിക്കുമെന്നും അതിന് നിനക്കെന്താണെന്നും ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മീര. നിന്റെ ഭർത്താവിന് ഇപ്പൊ എന്താണെങ്കിലും ജോലിയൊന്നുമില്ലല്ലോ, വേണമെങ്കിൽ എന്റെ ഡ്രൈവറായിട്ട് ജോലി കൊടുക്കാമെന്ന് കൂടി അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ അവന്തികയെ ചീത്ത പറയുകയാണ് മീര. ശബ്ദം കേട്ടുകൊണ്ട് കമല വാതിക്കലേക്ക് ചെല്ലുന്നു. ആരാ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവളാണ് അവന്തികയെന്ന് മീര പറയുന്നു. ഇത് കേൾക്കുന്ന കമല മീരയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവന്തികയ്ക്കിട്ട് നല്ലത് തന്നെ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി മേലാൽ ഈ ഫോണിലേക്ക് വിളിച്ചു പോകരുതെന്നും നിന്റെ തലയിൽ ഇടുത്തി വീഴുമെന്നും അങ്ങനെ കുറെ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് കമല കോള് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും അവന്തികയ്ക്ക് ഇന്നത്തേക്കുള്ളതായി കാണുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മീര. പിന്നീട് കാണിക്കുന്നത് സേതുവിന്റെ വീടാണ്. മുറിയിൽ കുഞ്ഞിനെ തട്ടിയുറക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചന മുറിയിലേക്ക് ചെല്ലുന്നു. സച്ചി അർച്ചനയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് അർച്ചന. തന്റെ ഈ അവഗണന എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് സച്ചി പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് സച്ചി വിഷമത്തോടെ ആ മുറി വിട്ടു പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഫയലുകളെല്ലാം മോഷ്ടിക്കാനായി അവന്തികയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്ന ധനുഷിനെയാണ്. അങ്ങനെ നെല്ലിശ്ശേരിക്ക് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മുഖത്ത് മാസ്ക് വെച്ചുകൊണ്ട് നെല്ലിശ്ശേരി വീടിന്റെ അകത്തേക്ക് കയറുകയാണ് ധനുഷ്. അങ്ങനെ അടുക്കളവാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ് ധനുഷ്. പെട്ടെന്ന് തന്നെ ധനുഷിന്റെ കൈതട്ടി രണ്ട് പാത്രങ്ങൾ താഴേക്ക് വീഴുകയാണ്. ശബ്ദം കേട്ട് അവന്തിക ഞെട്ടി എഴുന്നേൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവന്തിക തന്റെ തോക്കും എടുത്തുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് മൂർത്തിയും ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തുന്നത്. മൂർത്തി, ഇതിന്റെ അകത്ത് ആരോ കയറിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് അവന്തിക പറയുമ്പോൾ വീട് മുഴുവൻ തിരയുന്ന മൂർത്തിയാണ് കാണിക്കുന്നത്. അതേസമയം വർക്കേരിയയിൽ ചെന്ന് ഒളിച്ചു നിൽക്കുകയായിരുന്നു ധനുഷ്. തുടർന്ന് അടുക്കള വശത്തെത്തുന്ന മൂർത്തി നോക്കിയതിനു ശേഷം അവന്തികയോട് ചെന്ന് പറയുകയാണ്, അവൻ അടുക്കളവാതിലൂടെ കയറിയിരിക്കുന്നത്. ആരാണ് അകത്ത് കയറിയെങ്കിലും അവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ലെന്ന് അവന്തികയും പറയുന്നു. അതേസമയം പുറത്തിറങ്ങാൻ പറ്റാതെ ആകെ ടെൻഷനോടെ നിൽക്കുന്ന ധനുഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.